നമ്മുടെ തിരുവനന്തപുരം മേയറായത് ഒരു പ്രായം കുറഞ്ഞ വനിത ആയതുകൊണ്ടോ അവരുടെ ഒരു ഭരണ നിപുണത കണ്ടിട്ടോ അപാരമായ കഴിവ് ഉണ്ടായിട്ടോ അല്ല. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഒരു ആധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു മേൽക്കോയ്മയുടെ ഒരു ആനുകൂല്യം ലഭിക്കാവുന്ന ഏക സ്ത്രീ ആയതുകൊണ്ടാണ്. ഏക സ്ത്രീയല്ല, അവരോടൊപ്പം മറ്റൊരു സ്ത്രീ കൂടെ ജയിച്ചു വന്നു. അവരൊരു സാധാരണക്കാരിയായി പോയി. അതുകൊണ്ട് അവരെ മേയറാക്കിയില്ല. ഇവരോടൊപ്പം തന്നെ മറ്റു രണ്ടു പേരും ഈ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. അവരിൽ ഒരാളെയാണ് ഈ പാർട്ടി മേയറാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ എന്തോ തിരുവനന്തപുരം നിവാസികളുടെ ദൗർഭാഗ്യം കൊണ്ടോ അവരുടെ നിർഭാഗ്യം കൊണ്ടോ പിന്നെ അവർ രണ്ടുപേരും ജയിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ മറ്റു രണ്ടുപേർ ജയിച്ചു. അതിലൊരു സാധാരണക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരാളെ പിന്തള്ളിക്കൊണ്ട് പിന്നെ ഈ ആധിപത്യത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ പേരിൽ ഇവരെ മേയറാക്കിയതാണ്. അത് തിരുവനന്തപുരം നിവാസികൾക്കറിയാം. അന്നൊക്കെ തിരുവനന്തപുരത്ത് മൊത്തം കേരളം മൊത്തം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അത് എന്താണ് ആ ആനുകൂല്യമെന്നും എന്താണ് ആധിപത്യമെന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവരോടൊപ്പം തന്നെ പിന്നെ ഇതിനേക്കാൾ അർഹതയുള്ള വളരെ സീനിയോറിറ്റിയുള്ള ഒരു മുതിർന്ന ഒരു കൗൺസിലറും ജയിച്ചു വന്നു. പക്ഷേ ഓരോ പക്ഷത്തിൻ്റെ പിന്നെ ഒരു സംരക്ഷകരായി മാറിയിട്ടുള്ള ഈ പാർട്ടി ആ ഒരു വിഭാഗത്തിൽ നിന്നും ജയിച്ചു വന്ന ഒരു വനിത ആയതുകൊണ്ട് മാത്രം അവർ മേയറാക്കിയില്ല. അത് ഒട്ടേറെ വിവാദങ്ങൾക്ക് അന്ന് തിരികൊളുത്തിയെങ്കിലും ഇവർ പ്രായം കുറഞ്ഞ ഒരു വനിതയെ നമ്മൾ പിന്നെ തിരുവനന്തപുരത്തെ മേയറാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് അത്ര പിന്നെ ശക്തമായിട്ട് വന്നില്ല. കാരണം ഈ ആധിപത്യത്തിൻ്റെ ഈ മേൽക്കോയ്മയുടെ ഒരു സംഭവം ഈ പാർട്ടിക്കുള്ളിലുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അതുണ്ട് യഥാർത്ഥത്തിൽ. അത് പല MLA തിരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടക്കാൻ പോകുന്ന MP തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ തിരുവനന്തപുരം നിവാസികളായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ആനുകൂല്യത്തിൻ്റെ പേരിലാണ് ഇവർ മേയറായത്. അതിനുശേഷം അവർ കാണിച്ചു കൂട്ടിയതോ ഇപ്പോൾ ബസ്സിലെ ഈ ഡ്രൈവറുമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തേത് എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായതിൽ വെച്ച് ഏറ്റവും അവസാനം. ഇനിയും ചിലപ്പോൾ ഇതിനേക്കാളും മഹാപൂരങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇനി കാണേണ്ടി വരും, ചിലപ്പോൾ സഹിക്കേണ്ടി വരും. കുട്ടിക്കൊലങ്ങളെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ പാർട്ടി ഇവരെ മേയറാക്കിയതിലൂടെ ചെയ്തത്. കാരണം ഇവരെ ഒരു കൊച്ചു കുട്ടിയാണ്, പക്വതയില്ല, ഭരണ പരിചയമില്ല. അപ്പോൾ പാർട്ടിക്ക് പിന്നിൽ നിന്ന് നിയന്ത്രിക്കാം, ഇവരെ കടിഞ്ഞാണിടാം. ആ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നത് പാർട്ടിയായിരിക്കും. അപ്പോൾ അവർക്ക് അഴിമതി കാണിക്കാം, പാർട്ടിക്ക് ഇവിടെ ഷൈൻ ചെയ്യാം. ഇവരൊരു ബൊമ്മയെ പോലെ, ഒരു കളിപ്പാവയെ പോലെ ആ കസേരയിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പാർട്ടിക്ക് നോക്കാം എന്നുള്ളതാണ് പാർട്ടി അവിടെ തീരുമാനിച്ചത്. കോവിഡ് കാലത്ത് ആറ്റുകാൽ പൊങ്കാല വീടുകളിൽ മാത്രം പൊങ്കാല ഇടുന്ന ഒരു ചടങ്ങായി മാറിയപ്പോൾ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ശുചീകരണ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് പിന്നെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയവരാണ് ഇവരുടെ പാർട്ടിക്കാരും. അതുപോലെ വിളമ്പാത്ത പൊറോട്ടയുടെ പേരിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ അടിച്ചു മാറ്റി. അതുപോലെ തന്നെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജോലി കളയുന്നത് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇവർക്കൊരു ഹോബിയാണെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേയർ കാരണം ജോലി പോയ ആൾക്കാരുടെ കഥകൾ. ഒരു പ്രൈവറ്റ് സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് അവിടെ പിന്നെ നോ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് അനുവാദം കൊടുക്കാതിരുന്ന മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് അനുവാദം കൊടുക്കാതിരുന്ന ഒരു പാവം സെക്യൂരിറ്റിക്കാരൻ്റെ ജോലി ആ ഓൺ ദി സ്പോട്ടിൽ കളയിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ വേറൊരു പിന്നെ എന്തോ ചന്ദനം തേച്ചെന്നോ ചരട് വെട്ടിക്കൊണ്ടുവന്നെന്ന് പറയും കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരുടെ ജോലി കഴിഞ്ഞു. ഇവർ രണ്ടുപേരും മാധ്യമങ്ങളിലൂടെ അവരുടെ ആ ഒരു കഥകൾ തുറന്നു പറയുകയുണ്ടായി. അങ്ങനെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ യദുവിൻ്റെ പിന്നാമ്പുറ ചരിത്രം തിരഞ്ഞു കിടക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം ചെയ്യണം, ഇവരുടെ ഒരു പിന്നാമ്പുറ ചരിത്രം കൂടെ ഒന്ന് അന്വേഷിക്കണം. അതായത് മേയർ ആയതിന് മുൻപും മേയർ ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ. മേയർ ആകുന്നതിന് മുമ്പ് ഒരു പാവപ്പെട്ട ഒരു സാധാരണ ഒരു പെൺകുട്ടിയായിരുന്ന ഇവർ മേയർ ആയതിനു ശേഷം താൻ വന്ന വഴികൾ പോലും മറന്ന് അതായത് ജീവിതത്തിൽ തന്നെ ചില ചുറ്റുപാടുകളെല്ലാം ഉപേക്ഷിച്ച് അതിലൊരു തേപ്പിൻ്റെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് പിന്നെ ഇവരുടെ അധികാരം കയ്യിൽ വന്നപ്പോൾ അതിൻ്റേതായ ഒരു ജീവിത ശൈലിയിൽ ഒരു മാറ്റം വരുത്തുകയുണ്ടായി. അതായത് താനിപ്പോൾ മേയറായി, അപ്പോൾ തനിക്ക് അതിനനുസരിച്ചുള്ള ബന്ധങ്ങളും സ്വാധീനമൊക്കെ വേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ഒരു MLA തന്നെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിവാഹം കഴിച്ചത്. ഈ MLA കല്യാണം കഴിച്ചതിൽ ചിലപ്പോൾ വേറെ ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാധാകൃഷ്ണ സഖാവ് MP ഇലക്ഷന് മത്സരിക്കുകയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ ജയിച്ച് പിന്നെ കയറി അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇനി അടുത്തൊരു സ്ഥാനം ഈ MLAക്ക് ലഭിക്കും. ഇദ്ദേഹം ഭാവിയിൽ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നെ ഒരു കുടുംബത്തിൽ തന്നെ 2 മന്ത്രിമാർ, പിന്നെ ഞാൻ അവസാനം ചിലപ്പോൾ ഭാവിയിൽ എന്നെ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ, വനിതാ മുഖ്യമന്ത്രിയായിട്ട് തന്നെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിലപ്പോൾ ഇവർ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. കാരണം ഇത്രയും കൊച്ചു പ്രായത്തിൽ മേയറായെങ്കിൽ അപ്പോൾ ഇനിയും അവർക്ക് കാലങ്ങളുണ്ട്, ഇനി രാഷ്ട്രീയ ഭാവിയുണ്ട്, രാഷ്ട്രീയ ജീവിതമുണ്ട്, ഇനിയും ഉയരങ്ങളിൽ എത്താമെന്നുള്ള ഒരു ആഗ്രഹവും സ്വാഭാവികമായിട്ടുള്ളവർക്കും ഉണ്ടാവും. ഇപ്പോൾ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് കൊച്ചു പ്രായത്തിൽ തന്നെ ഇപ്പോൾ മേയറാകാൻ കഴിഞ്ഞു. മേയറായതിനു ശേഷം അങ്ങനെ ജീവിത രീതിയും ജീവിതശൈലിയും തന്നെ മാറ്റം വരുത്തി അവരിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും അഴിമതി നടത്തുകയോ അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുകയോ എന്തുവേണോ ചെയ്തോളൂ, അത് ജനങ്ങൾ ഇവിടെ എതിർക്കുന്നില്ല. എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്യുന്നത് തന്നെ. ഈ ജനങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഒരു പരിപാടി അത് വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാതെ പോകും. ഈ ചുരുങ്ങിയ കാല അളവിനുള്ളിൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള പദവിയിലുപരി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അഴിമതിക്കാരി, ഒരു ധാർഷ്ട്യക്കാരി, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു ഹൂങ്കുകാരി എന്നുള്ള ഒരു ഗർവുകാരി, ഒരു ഈഗോയിസം ബാധിച്ച ഒരു സ്ത്രീയായിട്ട്, ഒരു വനിതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം മേയർ.